ഇസ്രയേലും ഹമാസും തമ്മിൽ നടന്ന ബന്ദിമോചന കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ മോചിപ്പിച്ച ഫലസ്തീൻ തടവുകാരിൽ 154 പേരെ മൂന്നാം രാജ്യത്തേക്ക് നാട് കടത്താനുള്ള ഇസ്രയേലിന്റെ നീക്കം വലിയ വിവാദങ്ങൾക്കും മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഇവരെ നാട് കടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജയിൽ മോചിതരാകുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാൻ കാത്തിരുന്ന ഫലസ്തീൻ കുടുംബങ്ങൾക്ക് ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി മാറി. ഈ സ്വാതന്ത്ര്യം കൈപ്പേറിയതാണ് എന്ന ഫലസ്തീൻ തടവുകാരുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത് മോചിപ്പിക്കപ്പെട്ട ഫലസ്തീനികൾ സ്വന്തം രാജ്യത്തേക്ക് തിരികെ എത്തി കുടുംബത്തോടൊപ്പം എത്തിച്ചേരുക എന്ന അടിസ്ഥാന മനുഷ്യാവകാശത്തിന് പോലും ഇസ്രായേൽ നിഷേധം ഏർപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് ഈ നടപടിയെന്ന് നിയമവിദഗ്ധരും മനുഷ്യാവകാശ പ്രവർത്തകരും വിലയിരുത്തുകയാണ്. കരാറിലെ ഇരട്ടത്താപ്പ് സമീപനം ഇസ്രായേൽ പ്രകടിപ്പിക്കുമ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വന്തമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ വേദന വർദ്ധിക്കുകയാണ്. ഫലസ്തീൻ തടവുകാരെ നാട് കടത്തുന്ന ഇസ്രായേലിന്റെ നടപടി മനുഷ്യാവകാശ ലംഘനമാണെന്നും ബന്ദിമോചന കരാറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളോടുള്ള ഇരട്ട നിലപാടാണിതെന്നും വിമർശനം ഉയരുന്നുണ്ട്. ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസർ താമര ഖർമോത്ത് ഉൾപ്പെടെയുള്ള വിദഗ്ധർ ഈ നീക്കത്തെ ശക്തമായി അപലപിക്കുകയാണ്. ഇവർ ഫലസ്തീനിന്റെ പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യത്തേക്ക് നാട് കടത്തുന്നത് നിയമവിരുദ്ധമാണ്. മറ്റു രാജ്യത്തെ പൗരത്വം അവർക്ക് ലഭിക്കില്ല. അവരെ ചെറിയ ജയിലിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ വലിയ ജയിലിലേക്ക് അയക്കുകയാണ്. പുതിയ രാജ്യത്ത് അവർ വലിയ നിയന്ത്രണങ്ങൾ നേരിടും. ഇത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫലസ്തീൻ പൗരന്മാരെ അവരുടെ മാതൃരാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതെ മറ്റു രാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി അയക്കുന്നത് അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെ ലംഘനമാണ്. നാട് കടത്തപ്പെടുന്ന രാജ്യങ്ങളിൽ അവർക്ക് എളുപ്പത്തിൽ സാമൂഹികമായി ലയിച്ചു ചേരാനോ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താനോ കുടുംബത്തോട് ഒത്തുചേരാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. മോചിപ്പിച്ച ഫലസ്തീനികളെ ഏത് രാജ്യത്തേക്കാണ് നാട് കടത്തിയതെന്ന് അൽ ജസീറ പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ നേരത്തെയും ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മറ്റു രാജ്യങ്ങളിലേക്ക് നാട് കടത്തിയിരുന്നു എന്ന ചരിത്രം ഇവിടെ പ്രധാനമാണ്. ജനുവരിയിൽ വിട്ടയച്ച ചില തടവുകാരെ ടുണീഷ്യ, അൾജീരിയ, തുർക്കി എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു നാട് കടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരം നാട് കടത്തലുകൾ പലപ്പോഴും തടവുകാരുടെ സമ്മതമില്ലാതെയും തങ്ങളുടെ കുടുംബത്തിൽ നിന്നും സാംസ്കാരിക വേരുകളിൽ നിന്നും എന്നേക്കുമായി അകറ്റാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. തടവുകാരെ മോചിപ്പിക്കുക എന്ന കരാറിലെ വ്യവസ്ഥ ഇസ്രായേൽ പാലിക്കുമ്പോൾ തന്നെ അവരെ വീണ്ടും നിയന്ത്രിത സാഹചര്യങ്ങളിലേക്ക് മാറ്റുന്നത് മോചന കരാറിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയാസ്പദമാക്കുകയാണ്. ഈ നീക്കം ഫലസ്തീൻ ജനതയുടെ കൂട്ടായ ഒരു ശിക്ഷയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നാടുകടത്തൽ വിവാദങ്ങൾക്കിടയിലും ഗസയിലെ വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് പിടിച്ചുവെച്ച 20 ഇസ്രായേൽ ബന്ദികളെ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചു എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു മാനുഷിക വിജയമാണ്. ബന്ദിമോചന കരാറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഇസ്രായേൽ പൗരന്മാരുടെ സുരക്ഷിതത്വമായിട്ടുള്ള മോചനമായിരുന്നു. ഈ 20 ബന്ദികളുടെ മോചനം കരാർ ഭാഗികമായിട്ടെങ്കിലും വിജയം കണ്ടു എന്ന് തെളിയിക്കുകയാണ്. ഹമാസിന്റെ പിടിയിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഫലസ്തീൻ തടവുകാർക്ക് ലഭിച്ച കൈപ്പേറിയ സ്വാതന്ത്ര്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വിരോധാഭാസമായി തോന്നാം. ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരുന്നതിൽ കാണിക്കുന്ന വ്യഗ്രത, ഫലസ്തീൻ പൗരന്മാരോട് കാണിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളോടുള്ള നിസ്സംഗത എന്നിവ ഇസ്രായേലിന്റെ ഇരട്ട നയത്തെ വ്യക്തമാക്കുകയാണ്. ഗസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനായി ഈജിപ്തിലെ കൈറോയിൽ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ ഗാസ സമാധാന കരാർ ഒപ്പുവെച്ചത് എന്നത് മേഖലയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഭവ വികാസമാണ്. ഇതോടെ 2 വർഷം നീണ്ട ഗസയിലെ യുദ്ധത്തിന് താൽക്കാലികമായി വിരാമമാവുകയായിരുന്നു. US, ഈജിപ്റ്റ്, തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങളാണ് കരാറിൽ ഒപ്പുവെച്ചത്. മേഖലയിലെ ശക്തമായിട്ടുള്ള 4 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാണ് ഈ സമാധാന ശ്രമത്തിന് നേതൃത്വം നൽകിയത്. ഈ രാജ്യങ്ങളുടെ ഇടപെടൽ ഗസയിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രാദേശികമായി ഹമാസും ഇസ്രായേലും കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദം ഇരുപക്ഷത്തെയും വെടിനിർത്തലുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിതരാവുകയും ചെയ്യും. ഗസയിലെ സമാധാനത്തിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയാണ് ഈ കരാറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാതൽ. ഈ സമഗ്രമായിട്ടുള്ള പദ്ധതി ബന്ദിമോചനം, വെടിനിർത്തൽ നടപ്പാക്കൽ, പ്രാദേശിക സുരക്ഷ ഉറപ്പുവരുത്തൽ, സ്ഥിരത ഉറപ്പുവരുത്തൽ, ഗസയിലെ മാനുഷിക സഹായത്തിനുള്ള സംവിധാനം തുടങ്ങിയവ പ്രധാന വിഷയങ്ങളെല്ലാം പ്രതിപാദിക്കുന്നുമുണ്ട്. ഈ പദ്ധതി ഇസ്രായേലും ഹമാസും അംഗീകരിക്കുകയായിരുന്നു. ട്രംപിന്റെ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് ലഭിച്ച വലിയ വിജയമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ 20 ദിന പദ്ധതി ഗസയുടെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും ഊന്നൽ നൽകുകയാണ്. ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കുമെന്ന് ആദ്യം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈജിപ്തിൽ എത്തുമെന്ന് അറിയിച്ച നെതന്യാഹു പിന്നീട് പിന്മാറുകയായിരുന്നു. ഈ പിന്മാറ്റം ഗസയിലെ സമാധാന ശ്രമങ്ങൾക്കുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേൽ പ്രതിനിധി ഉച്ചകോടിയിൽ പങ്കെടുക്കാതിരുന്നത് കരാറിന്റെ പൂർണ്ണമായിട്ടുള്ള വിജയത്തിന് ഒരു തടസ്സമായി നിലനിൽക്കുകയാണ്.
ഇസ്രായേലിന്റെ പങ്കാളിത്തമില്ലാതെ കരാർ ഒപ്പുവെച്ചാലും അതിന്റെ പൂർണ്ണമായിട്ടുള്ള നടപ്പാക്കലിന് ഇസ്രായേലിന്റെ സഹകരണം അനിവാര്യമാണ്. നെതന്യാഹുവിന്റെ പിന്മാറ്റം ഗസയിലെ ഭാവി രാഷ്ട്രീയ നിലപാടുകളുടെ ഇസ്രായേലിന്റെ വൈമുഖ്യം വ്യക്തമാക്കുകയാണ്. മോചിപ്പിക്കപ്പെട്ട തടവുകാരെ നാട് കടത്തുന്ന ഇസ്രായേലിന്റെ നടപടി അന്താരാഷ്ട്ര നിയമത്തിൽ, പ്രത്യേകിച്ച് 4-ാം ജനീവ കൺവെൻഷൻ പ്രകാരം ഗുരുതരമായിട്ടുള്ള ലംഘനമാണ്. തടവുകാരെ അവരുടെ മാതൃരാജ്യത്തേക്ക് തിരികെ അയക്കാനുള്ള വ്യവസ്ഥകൾ ഈ കൺവെൻഷനിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ നിയമപരമായിട്ടുള്ള പൗരത്വമില്ലാത്ത 3-ാം രാജ്യത്തേക്ക് നിർബന്ധിതമായി അയക്കുന്നത് മനുഷ്യാവകാശ ലംഘനവും രാഷ്ട്രീയ പകപോക്കലുമാണ്. ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ചെറിയ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് വലിയൊരു നിയന്ത്രിത തടവറയിലേക്ക് മാറ്റുന്ന ഈ നടപടി നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു കടുത്ത വെല്ലുവിളി കൂടിയാണ്. ഇസ്രായേലിന്റെ ഈ നടപടിക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ മറ്റ് മനുഷ്യാവകാശ വേദികളിലോ കേസ് ഫയൽ ചെയ്യാനും സാധ്യതയുണ്ട്. മോചനം നേടിയ തടവുകാരെ സ്വീകരിക്കാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഫലസ്തീനി കുടുംബങ്ങൾക്ക് നാടുകടത്തൽ വാർത്ത വലിയൊരു ദുരന്തമായി മാറുകയാണ്. തങ്ങളുടെ മക്കൾക്ക് ലഭിച്ച മോചനം പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമല്ല, മറിച്ച് പുതിയ നിയന്ത്രണങ്ങളോട് കൂടിയ മറ്റൊരു തടവറയാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. ഫലസ്തീൻ മണ്ണിൽ കാലുകുത്താൻ കഴിയാതെ പുതിയ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന തടവുകാരുടെ അവസ്ഥ ഏറെ ദയനീയമാണ്. തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൽ ഫലസ്തീൻ അതോറിറ്റിക്ക് നേരിടുന്ന പരിമിതികളും ഈ സാഹചര്യത്തിൽ വ്യക്തമാവുകയാണ്. ഇസ്രായേലിന്റെ ഈ നടപടി ഫലസ്തീൻ ജനതയുടെ വികാരം വ്രണപ്പെടുത്തുകയും സമാധാന കരാറിന്റെ വിജയത്തിന് വിഘാതമാവുകയും ചെയ്യും. ഗാസ സമാധാന കരാർ ഒപ്പുവെച്ചെങ്കിലും ഇസ്രായേലും ഹമാസും നേരിട്ട് ഒപ്പുവെക്കാത്തത് അതിന്റെ ഭാവിക്കൊരു വെല്ലുവിളിയായി അങ്ങനെ നിലനിൽക്കുകയാണ്. ട്രംപിന്റെ 20 ദിന പദ്ധതിയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിൽ ഇരുപക്ഷത്തിലും അവരുടേതായിട്ടുള്ള ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് പ്രാദേശിക സുരക്ഷയുടെ സ്ഥിരത ഉറപ്പുവരുത്തുന്നത്, ഗസയിലെ സൈനികവൽക്കരണം കുറയ്ക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും തുടർച്ചയായി നിലനിൽക്കുകയാണ്. കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ ശക്തമായിട്ടുള്ള മേൽനോട്ടവും സമ്മർദ്ദവും ഉണ്ടായാൽ മാത്രമേ ഈ സമാധാനം നിലനിർത്താനും സാധിക്കുകയുള്ളൂ. ഫലസ്തീൻ തടവുകാരെ നാട് കടത്താനുള്ള ഇസ്രായേലിന്റെ നീക്കം പോലുള്ള ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾ കരാറിന്റെ വിശ്വാസ്യതയെ തകർക്കുകയും ചെയ്യും.